അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ KSU പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത രീതിയാണിത്. നാട്ടുകാരുടെ കൊലച്ചോറുണ്ണുന്നവരാ ഞങ്ങളല്ല, നാട്ടുകാർക്ക് പൊതിച്ചോറ് കൂട്ടുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഒളിവിലെ ഓർമ്മകൾ പൊതുനിരത്തുകളിൽ ചീന്തി ഇട്ടുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് മെനക്കെട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. അങ്ങനെ മെനക്കെടാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചില മുദ്രാവാക്യങ്ങൾ എഴുതി ഉണ്ടാക്കും. അപ്പോൾ അതുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകളെല്ലാം ഏറ്റങ്ങ് വിളിച്ചോളും. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഞങ്ങൾ ഒരു അസഭ്യവർഷവും നടത്തിയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നമാണ് എന്നാണ് ചിന്ത ചേച്ചി പറഞ്ഞത്. പരസ്യമായിട്ട് പോരിന് വിളിക്കുകയാണ്, പോരിന് വാടാ. അതായത് അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ. എന്തൊരു ചിന്തയാ ചിന്തേച്ചി, ഏത് ചിന്തയെന്നാ ചിന്തേച്ചി ആ മുദ്രാവാക്യം ഉരുത്തിരിഞ്ഞു വന്നേ? അപ്പം അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്ക് മക്കളുണ്ടാവും അല്ലേ? അത് നിങ്ങൾ ഉദാഹരണ സഹിതം അതിന്റെ രീതി എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കെല്ലാം വിശദമായിട്ട് അറിയാവുന്ന പെടലി നാടകത്തിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും മികച്ച തരിക്കുള്ള അവാർഡ് വീണേച്ചി സ്വന്തമാക്കി. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ ആർക്ക്? നമ്മുടെ ഡോക്ടർ ചിന്തേച്ചിക്ക്. ചിന്തേച്ചിയും കളത്തിൽ ഇറങ്ങി നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനം അങ്ങ് കാഴ്ചവെച്ചു. ഏതായാലും അവർ ഒരിക്കലും നിലവാരം വിട്ട് കളിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യവും ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ അവരുടെ നിലവാരം അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനില്ലാത്ത നേരത്തെ അമ്മയ്ക്കുണ്ടാകുന്ന പട്ടികളെ എന്ന് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു അസഭ്യമായിട്ട് ഡോക്ടർ വാഴക്കുല ചേച്ചി കണക്കാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ അവരുടെ നിലവാരം. വിവരദോഷികളല്ലേ, നമുക്കങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കാമെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞത് വിവരദോഷമല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് വിവരദോഷമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, കേട്ടവരുടെ വിവരദോഷമാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ അത് മോശമല്ലേ? സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ചിന്ത ചേച്ചി കറുപ്പും മഞ്ഞ എല്ലാം ഇട്ടുകൊണ്ട്. കാരണം ഒരാൾ മാത്രം ഇങ്ങനെ സ്ക്രീനിൽ 2 ദിവസം തെളിഞ്ഞു നിന്നുകൊണ്ടിരിക്കുക. ഇനി മിച്ചം കിടക്കുന്നതെല്ലാം അടപടലം വീണേച്ചി അങ്ങ് കൊണ്ടുപോയ ചിന്തേച്ചി ആരായി? ഡോക്ടർ ചിന്ത ആരായി? വിട്ടുകൊടുത്തൂടാ. ഇനി നോക്കിയാൽ മിക്കവാറും കഥകളിയും കൊണ്ട് ബിന്ദു ചേച്ചി ഇറങ്ങും, തീവ്രതയും കൊണ്ട് ശ്രീമതി ടീച്ചർ ഇറങ്ങും, ഇസ്രായേലിൽ നിന്ന് വിളി വന്നായിരുന്നെന്നും പറഞ്ഞ് ടീച്ചറമ്മ ഇറങ്ങും. ഈ നീളം വരുന്ന ഒരു സതുപദേശവുമായിട്ട് നമ്മുടെ സതുദ്ദേശിയും വേണ്ടി വന്ന ഇറങ്ങും. പെൺപടക്ക് ഇരുന്ന ഇരിപ്പുറയ്ക്കണ്ടേ? ചെന്നൈ, ബോംബെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഖാക്കൾ ഒത്തുകൂടിയ ആ പരിപാടിയിലെ പ്രധാന ആകർഷണം ഞാനായിരുന്നു എന്ന് പറഞ്ഞ് ബുദ്ധിജീവിയൊക്കെ ചമഞ്ഞാലും ഇതിനകത്ത് കിടക്കുന്നത് ഇതിൽ കൂടെ പുറത്തു വരും. ഏതായാലും ഈ മുദ്രാവാക്യം ഇതുപോലെ പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. ഇത് പുറത്തു വന്നതിന് ശേഷം അതിന്റെ താഴെ വന്ന് കുറെ കമ്മികൾ പറയാം, നിനക്കൊന്നും നാണമില്ലേടാ മാപ്ര ഇങ്ങനെ കള്ളം പറയാനെന്ന്. അപ്പൊ ഇപ്പോഴും ചെവി അടച്ച് കണ്ണും മൂടിക്കെട്ട് ജീവിക്കുന്ന കുറെ അടിമകളുണ്ട്, കാലുനക്കികളുണ്ട് എന്നുള്ളത് ഒരു ചെറിയ ധൈര്യം തന്നെയാണ്. പക്ഷെ ആ ധൈര്യമൊന്നും പോരാ ഇനി വരുന്ന ഇലക്ഷൻ എന്ന കടമ്പ മറികടക്കാൻ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വിപ്ലവങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒടുങ്ങാനുള്ള വിപ്ലവം. അപ്പൊ അവസാന കാലങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് മുന്നോട്ടുള്ള മുദ്രാവാക്യം വിളികൾ തുടരട്ടെ. ചിന്തേച്ചി ഇനി അടുത്ത നമ്മൾ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോഴേ പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ നോക്കണേ. ചിലപ്പോൾ ആ സമയത്ത് മറന്നുപോകും. അച്ഛനില്ലാത്ത നേരത്ത് മക്കളെ ഉണ്ടാക്കുന്ന അമ്മമാരും ഇവിടെയുണ്ട്. ചിന്തചേച്ചിയുടെ പ്രത്യേക അറിവിൽ അത്തരം അമ്മമാർ ധാരാളമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി വാചാലയാകുകയാണെങ്കിൽ അതൊരു വെറൈറ്റി ടോപ്പിക് ആയിരിക്കും, കുറച്ച് ആളുകൾ കേൾക്കാൻ കാണും. അപ്പൊ അധപതനം നീണാൾ വാഴട്ടെ.